പോകുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. മഞ്ജുലാസിൻ്റെ പടം, അല്ലെങ്കിൽ സുപ്രിയയുടെ പടം, ജയമാലതിയുടെ പടം, അങ്ങനെ പ്രൊഡക്ഷൻ കമ്പനികളുടെ ബാനറുകൾ കണ്ടിട്ട് ആളുകൾ സിനിമയ്ക്ക് തിയേറ്ററിൽ കയറുമായിരുന്നു. ഇന്ന് അതുപോലെ അപൂർവം ബാനറുകളാണ് അവശേഷിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ബാനറാണ് ആശീർവാദ്. ആശീർവാദം എന്ന് പറയുന്നത് എനിക്ക് വളരെ കൂടുതൽ ആത്മബന്ധമുള്ള ഒരു ബാനറാണ്. എനിക്കറിയാം, ഞാൻ കുറേ സിനിമകൾ രസതന്ത്രം മുതൽ ഇനി ചെയ്യാൻ പോകുന്ന ദിവസങ്ങൾക്കുള്ളിൽ ചിത്രീകരണം ആരംഭിക്കുന്ന ഹൃദയപൂർവ്വം വരെയുള്ള കുറേ പടങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരു ഹൃദയപൂർവ്വം തന്നെയുള്ള ബന്ധം ആന്റണി പെരുമ്പാവൂരായിട്ടും മോഹൻലാലായിട്ടും ഈ ടോട്ടൽ ടീമായിട്ടും 25 വർഷത്തിലെ സന്തോഷം. ആശീർവാദിന്റെ 25 വർഷത്തെ പടം എനിക്ക് ചെയ്യാൻ സാധിക്കുന്നത് അതെന്തൊരു ഭാഗ്യമായി. അതിന്റെ പ്രത്യേകതയുള്ളത് എൻ്റെ 2 മക്കളും ഇപ്പോൾ സിനിമയുടെ ഫംഗ്ഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അഖിൽ സത്യന്റെ കഥയാണ്. അനൂപ് സത്യനയുടെ സഹസംവിധായകൻ. ഗുഡ് ഈവനിങ്, എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷമുള്ള ഒരു ഈവൻ്റാണിത്. പേഴ്സണലി എനിക്ക് ഒരുപാട് അഭിമാനവും സന്തോഷമുള്ളതാണ്. കാരണം എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ആശീർവാദ് സിനിമ ആരംഭിക്കുന്നതിന് 8-10 വർഷങ്ങൾക്ക് മുമ്പ് സൗഹൃദമാണ് ആന്റണിയായിട്ടുള്ളത്. അങ്ങനെ ആന്റണി ഒരു സുപ്രഭാതത്തിൽ പ്രൊഡ്യൂസറാവുന്നു. നരസിംഹ ആ സിനിമയിലേക്ക് എനിക്കൊരു വേഷം വന്നതാണ്. സെയിം ടൈമിൽ പുനരധിവാസം എന്നുള്ള സിനിമയിൽ ഞാൻ നായകനായിട്ട് അഭിനയിക്കുന്ന ഒരു സിനിമയിൽ സെയിം ഡേറ്റ് വന്നുകൊണ്ട് എനിക്ക് നിർഭാഗ്യവശാൽ നരസിംഹം ചെയ്യാൻ സാധിച്ചില്ല. ലാലേട്ടൻ്റെ കൂടെയുള്ള ആദ്യത്തെ അവസരമായിരുന്നു അത്. അങ്ങനെ അതിൻ്റെ ഒരു ദുഃഖം എക്കാലത്തും എനിക്കുണ്ട്. പക്ഷെ ആന്റണി മലയാള സിനിമയിൽ വളർന്ന് പന്തലിച്ച് ഇന്ന് എമ്പുരാനിൽ നിൽക്കുകയാണ്. എമ്പുരാൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, മലയാള സിനിമയുടെ ഒരു ചരിത്രം കുറിക്കാൻ പോകുന്ന സിനിമ തന്നെയായിരിക്കും. അതിൻ്റെ പ്രത്യേക ആശംസകൾ ആദ്യം തന്നെ നേരുന്നു. അതോടൊപ്പം ആന്റണിയുടെ ഈ വളർച്ച, അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൻ്റെയും സിനിമയിൽ അദ്ദേഹം കൃത്യതയോടെ ഒരു നിർമ്മാതാവിൻ്റെ വേഷം കെട്ടിയതുകൊണ്ടാണ് ഇത്രയും മികച്ച രീതിയിൽ അദ്ദേഹത്തിന് മുന്നേറി ഇന്നുവരെ എത്താൻ സാധിച്ചെന്ന് വിശ്വസിക്കുന്നു. ആശീർവാദ് സിനിമാസിന് 25-ാം വർഷം ആഘോഷിക്കുമ്പോൾ ഒരു സുഹൃത്ത് എന്ന നിലയിലും ഒരു സഹപ്രവർത്തകൻ എന്ന നിലയിലും ഒരുപാട് അഭിമാനവും സന്തോഷമുണ്ട്. എല്ലാ ആശംസകളും. താങ്ക് യു സോ മച്ച്. 25 കൊല്ലം ഒരു പ്രൊഡക്ഷൻ കമ്പനി നിലനിൽക്കുക എന്നുള്ളത് മഹാത്ഭുതങ്ങളിലൊന്നാണ്. അപ്പോൾ ആ മഹാത്ഭുതം അതിനെ ആഘോഷിക്കാൻ ആണ് നമ്മളെല്ലാം കൂടിയിട്ടുള്ളത്. ഒപ്പം മലയാള സിനിമ ഇന്നേവരെ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ചിത്രം, അല്ലെങ്കിൽ ഏറ്റവും ഹൈറ്റ് ആയിട്ടുള്ള ചിത്രം എന്ന് പറയാവുന്ന എമ്പുരാന്റെ ട്രെയിലർ റിലീസ് നിങ്ങളെ പോലെ താങ്ക് യു. ഏറ്റവും കൃത്യമായി അവർക്ക് വേണ്ട ഫെസിലിറ്റി എന്താണ്, അവരുടെ മുഴുവൻ കാര്യങ്ങളും ടേക്ക് കെയർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ള ഒരു പ്രൊഡ്യൂസറാണ്. അത് നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനിയും ആശീർവാദ് സിനിമാസിന് ഒരുപാട് ഗംഭീര സിനിമകൾ മലയാളത്തിൽ നൽകാൻ സാധിക്കട്ടെ. ഒപ്പം എമ്പുരാന് എല്ലാവിധ ആശംസകളും, റിപ്പബ്ലിക് ഡേയുടെ എല്ലാ ഗ്രീറ്റിംഗ്സും. താങ്ക് യു സോ മച്ച്.